ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ പേർ ദർശനത്തിനെത്തിയത്. 92,562 പേർ ദർശനം നടത്തിയെന്നാണ് കണക്ക്. ഈ കണക്കൊക്കെ പുറത്തു വരുന്നത് വെർച്വൽ ക്യൂവിൻ്റെ ആ ലിസ്റ്റ് കിട്ടുന്നത് കൊണ്ടാണ് എത്ര പേർ ദർശനം നടത്തി എന്നുള്ളത്. 70,000-ഓളം ഭക്തർക്ക് ഒരു ദിവസം വരാൻ അനുമതിയുണ്ട്. പിന്നീട് അത് 10,000 വരെയാകും. സ്പോട്ട് ബുക്കിംഗ് അങ്ങനെയാകും. പിന്നീട് ആളുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൂടുതൽ ഭക്തരെ അങ്ങോട്ടേക്ക് എത്തിക്കും. അങ്ങനെയാണ് സന്നിധാനത്തെ ഒരു കണക്കുകൾ നമുക്ക് ലഭിക്കുക. ഏതായാലും അഖിൽ പാലോട്ടുമടം അവിടെ നിന്ന് ചേരുകയാണ്. അഖിൽ, ഇന്നും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അവിടെ, അല്ലേ? അതെ, സ്വാമി ശരണം. വിനോദ, സ്വാമി ശരണം. ഭക്തജനത്തിരക്ക് ഇന്ന് അധികമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഭക്തജന തിരക്ക് ഒരു മിതമായ രീതിയിൽ മാത്രമാണ് ഉള്ളതെന്നാണ്. പക്ഷേ ഇന്ന് അധികമായ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ മണ്ഡലകാലത്തിൽ, അതായത് നവംബർ മാസം 15-ാം തീയതി ആരംഭിച്ച മണ്ഡലകാലം ഇന്നലെ 22 പിന്നിട്ട് ഇന്ന് 23-ാമത്തെ ദിവസം മണ്ഡലകാലം എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമല ദർശനത്തിനായി എത്തിയത് ഇന്നലെയാണ്. 92,562 അയ്യപ്പ ഭക്തരാണ് മണ്ഡലകാലത്തിൽ ഇന്നലെ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. അതിൽ പുൽമേട് വഴി 2,722 പേരും സ്പോട്ട് ബുക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ. 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും 17,425 പേരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇന്നലെ അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ഇന്ന് നമ്മൾ സന്നിധാനത്തെ കാഴ്ച പ്രേക്ഷകരുമായി പങ്കുവച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ 18-ാം പടിയിൽ കൂടെ അതിവേഗം ഭക്തജനങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ കയറ്റിവിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്, പ്രായഭേദമന്യേ എല്ലാ അയ്യപ്പ ഭക്തരുമുണ്ട്. അങ്ങനെ എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും അതിവേഗം ഇതിലേക്ക് കടത്തിവിട്ട് വലിയ ഭക്തജന തിരക്കുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ആ 18-ാം പടി താണ്ടി അവിടെ നിന്ന് ഫ്ലൈ ഓവർ വഴി അയ്യപ്പ ഭക്തർ ശ്രീകോവിലിൻ്റെ അവിടേക്ക് എത്തുക അവിടെയാണ്. നമ്മൾ ഇന്നലെയൊന്നും ഇതുപോലെ ഫ്ലൈ ഓവറിലുള്ള തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്നതനുസരിച്ച് വലിയ ഭക്തജന തിരക്ക് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഫ്ലൈ ഓവറിലേക്ക് മുഴുവനായി അയ്യപ്പ ഭക്തർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ 92,000 പേരാണ് അയ്യപ്പ ദർശനത്തിനായി എത്തിയിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ അത് ഭേദിച്ച് 1,00,000-ലേക്ക് കടക്കാൻ സാധ്യതയുള്ള അയ്യപ്പ ഭക്തർ തന്നെയാണ് ഇന്ന് ദർശനത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഇന്നലെയൊക്കെ ശരാശരി ഒരു മണിക്കൂറിൽ ഉണ്ടായിരുന്നത് 2,500 മുതൽ 3,000 ഭക്തജനങ്ങളാണ് മണിക്കൂറിൽ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിയെങ്കിൽ അത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 3,000-ന് മുകളിൽ 3,000-നും 4,000-നും മുകളിലേക്കുള്ള കണക്കിലേക്കാണ് ഇന്നത്തെ അയ്യപ്പ ദർശനത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഫ്ലൈ ഓവറിന്റെ 4 വരിയും പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്ന് നമ്മുടെ സിവിൽ ദർശനം വഴി എത്തുന്ന അയ്യപ്പ ഭക്തരടക്കം വലിയ വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ വലിയ ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട്. വിനോദ്, എന്തായാലും അയ്യപ്പ ദർശനത്തിനായി എത്തുന്നവരുടെ കണക്ക് കഴിഞ്ഞ ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇന്നലത്തെ 92,557 പേരാണ് 62 പേരാണ് ദർശനം നടത്തിയിരുന്നതെങ്കിൽ അതിന് താഴെ 29-ാം തീയതിയാണ്, അതായത് കഴിഞ്ഞ മാസം 29-ാം തീയതി മാസാവസാനത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നത്. അത് ഏകദേശം 88,759 പേരാണ് 28-ാം തീയതി ദർശനം നടത്തിയിട്ടുള്ളത്. അതിനെ ഭേദിച്ചുകൊണ്ടാണ് ഇന്നലെ 92,562 പേർ. അങ്ങനെ ആകെ 22 ദിവസം കൊണ്ട് അയ്യപ്പ ദർശനം നടത്തിയിട്ടുള്ളത് 16,39,350 പേരാണ്. അങ്ങനെ അയ്യപ്പ ദർശനം, അതായത് 22 ദിവസം പിന്നിട്ടുമ്പോഴുള്ള കണക്കനുസരിച്ച് ഏകദേശം 16,39,350 പേർ അയ്യപ്പ ദർശനം നടത്തിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. അതായത് കഴിഞ്ഞ ദിവസത്തെ 4-ാം തീയതി വരെയുടെ കണക്ക് അനുസരിക്കുമ്പോൾ പോലും 4 ലക്ഷം അയ്യപ്പ ഭക്തർ, അതായത് കഴിഞ്ഞ സീസണിലെ അനുസരിച്ച് 4 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ് അധികമായി സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കണക്കിലേക്കും പോകുന്നത്. എന്തായാലും അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി, ഹരിഹരസുധനായ പൊന്നമ്പലവാസനെ കാണുന്നതിലേക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഇപ്പോൾ നമുക്ക് കാണുന്നതനുസരിച്ചിട്ടാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഈ മാസത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് കേരളത്തിലെ ക്രിസ്മസ് പരീക്ഷകൾ കൂടി അവസാനിക്കുമ്പോൾ കേരളത്തിലെ ഭക്തജനങ്ങളുടെ കാര്യത്തിലും കൂടുതലായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് ദേവസ്വം അധികൃതരുമായി നമുക്ക് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തരുടെ വലിയ ഒഴുക്ക് തന്നെയാണ് ഉള്ളത്. ശബരിഗിരീശനെ കാണുന്നതിലേക്ക് വേണ്ടി ഭക്തിയാദരപൂർവ്വം ഇരുമുടിക്കെട്ടുമേന്തി പൊന്നമ്പലമേട് കടന്ന് ശ്രീകോവിലിന്റെ നടയിലേക്ക് എത്തുന്നു. ഒരു നിമിഷമെങ്കിലും ഭഗവാനെ കണ്ടു തൊഴുത് സായുജ്യമടഞ്ഞ് പുണ്യദർശനം നേടി പോവുക എന്ന ആ ആത്മനിർവൃതിയോടുകൂടി തന്നെയാണ് ഓരോ ഭക്തനും മണിക്കൂറുകൾ കാത്തുനിന്ന് കല്ലും മുള്ളും കാലിനുമെത്തയായി കരിമലയും നീലിമലയും ഈ അപ്പാച്ചിമേടും ശരംകുത്തിയും മരക്കൂട്ടവും എല്ലാം താണ്ടി 18 പടി കയറി പൊന്നമ്പല നടയിലേക്ക് എത്തുന്നത്. ഭക്തിയുടെ പരകോടിയിലാണ് ശബരിമല സന്നിധാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് രാവിലെ അവിടെ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. കാരണം ചെറിയ മാളികപ്പുറങ്ങൾ അവര് ഈ ക്യാമറ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത്ഭുതമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ നിരവധി പേർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു കുത്തൊഴുക്ക് ഇനി ഉണ്ടാകണമെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾ കൂടുതലായി അവിടേക്ക് എത്തണമെങ്കിൽ ഇനി ക്രിസ്മസ് പരീക്ഷകളെല്ലാം കഴിയണമെന്നാണ് അഖിൽ പാലോട്ട് മഠം. പരീക്ഷാകാലമാണ്, അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരും ഒക്കെ സ്കൂളിലെ അവധി ദിനങ്ങളൊക്കെ നോക്കിയാണ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ തിരക്കും കൂടുതലാണ്. എന്തായാലും സന്നിധാനത്ത് കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്. നല്ല നിലയിൽ ഭക്തജന ദർശനം പുരോഗമിക്കുന്നുവെന്നാണ് അഖിൽ പാലോട്ട് മഠം റിപ്പോർട്ട് ചെയ്യുന്നത്.